9 വർഷം മുമ്പ് കേരളത്തിലെ പ്രബല ഹിന്ദു സമുദായമായ SNDP യോഗത്തിന്റെ പിന്തുണയോടുകൂടി തിരുവനന്തപുരത്തെ ശംഖുമുഖം കടപ്പുറത്ത് വെച്ച് ലക്ഷോപലക്ഷം അണികളെ സാക്ഷിയാക്കി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് പതാക കൈമാറി പ്രവർത്തനം ആരംഭിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഭാരത ധർമ്മ ജനസേന എന്ന BDJS. കേരളത്തിലെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഒരു അത്താണിയായും കേരളത്തിൽ ഇടതുവലത് മുന്നണികളുടെ ആ മാറി മാറിയുള്ള ദുർഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയായും ആരംഭം കുറിച്ച BDJS ഇവിടെ BJP നേതൃത്വം നൽകുന്ന മൂന്നാം മുന്നണിയായ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് അണിചേർന്നത്. അന്നു മുതൽ ഇന്ന് വരെ നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും NDA മുന്നണിക്ക് ഒരു വലിയ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുവാൻ BDJSന്റെ പിന്തുണ ഏറെ സഹായകരമായിട്ടുമുണ്ട്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഒരു വലിയ പിന്തുണ കേരളത്തിലെ NDA മുന്നണിക്ക് മുതൽക്കൂട്ടായി മാറിയതെന്ന തിരിച്ചറിവിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കൾ ഇപ്പോൾ നാഴികയ്ക്ക് 40 വട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SNDP യോഗത്തിന്റെ നിലപാട് NDA മുന്നണിക്ക് അനുകൂലമായതിനാൽ നേരത്തെ BJPയോട് അല്പം അകന്നു നിന്നിരുന്ന പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിയോടൊപ്പം ഉറച്ചു നിൽക്കുവാൻ തയ്യാറായി. BDJS മത്സരിച്ച 4 സീറ്റിൽ ഒന്നിൽ SNDPയുടെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും മറ്റൊന്നിൽ KPMSന്റെ നേതാവ് ബൈജു കലാശാലയും മത്സരിക്കുവാൻ തയ്യാറായതും മറ്റു മണ്ഡലങ്ങളിലും ഇതേപോലെ തന്നെ NDAക്കുള്ള ഈ സമുദായങ്ങളുടെ പിന്തുണയ്ക്കുള്ള ആക്കം കൂട്ടിയെന്നുള്ളതാണ് സത്യം. BDJSന്റെ നിലവിലുള്ള ഭാരവാഹികളിൽ കൂടുതൽ പേരും സമുദായത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും KPMSന്റെ വക്താക്കളുമാണെങ്കിൽ പോലും നാളിതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടും മട്ടോടും കൂടിയിട്ടുള്ള പ്രവർത്തനം BDJS കാഴ്ചവെച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള വെള്ളം കോരികളും വിറക് വെട്ടുകാരും ചാവേറുകളൊക്കെയാണ് ഈ സമുദായങ്ങളെന്നായിരുന്നു പ്രധാന ആക്ഷേപമെങ്കിൽ ഇപ്പോൾ BJPക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് കൂട്ടുവാനുള്ള യന്ത്രങ്ങളാണ് ഈ സമുദായങ്ങൾ എന്നുള്ളൊരു വലിയ ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം തിരിച്ചറിവിൽ തന്നെയായിരിക്കാം ഇനി ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിണിയാളുകളല്ല കേരളത്തിലെ അധസ്ഥിത വർഗ വിഭാഗങ്ങൾ എന്നുള്ള ആ ഒരു മുന്നറിയിപ്പുമായി BDJSന്റെ ഏറ്റവും താഴെത്തട്ടിൽ വരെ പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി യുവജന വിഭാഗമായിട്ടുള്ള ഭാരത ധർമ്മ യുവജന സേനയും മഹിളാ വിഭാഗമായിട്ടുള്ള ഭാരത ധർമ്മ മഹിളാ സേനയുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ആദ്യപടി എന്ന വണ്ണം കേരളത്തിലെ 14 ജില്ലകളിലും സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചതിന് ശേഷം ഇവരുടെ നേതൃസമ്മേളനവും ഇപ്പോൾ നടന്നിരിക്കുന്നു. BDYSന്റെ നേതൃസമ്മേളനം കഴിഞ്ഞ ദിവസം ചേർത്തല കരപ്പുറം റെസിഡൻസിയിലാണ് നടന്നത്. BDMSന്റെ നേതൃസമ്മേളനമാകട്ടെ ചേർത്തല ട്രാവൻകൂർ പാലസിലുമാണ് നടന്നത്. 100 കണക്കിന് നേതാക്കൾ പങ്കെടുത്ത വളരെ ആവേശജലമായിട്ടുള്ള ഇരു സമ്മേളനവും BDJSന്റെ പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഉദ്ഘാടനം ചെയ്തത്. നേതാക്കളായ അരയാക്കണ്ടി സന്തോഷ്, K പത്മകുമാർ, AG തങ്കപ്പൻ, നെടുമങ്ങാട് രാജേഷ്, പച്ചയിൽ സന്ദീപ്, അനിരുദ്ധ് കാർത്തികേയൻ, തമ്പി മേട്ടുതറ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവിടെ സംസാരിക്കുകയും അനീഷ് പുല്ലുവേലി, സിനിൽ മുണ്ടപ്പള്ളി, AB ജയപ്രകാശ്, PS ജ്യോതിസ് തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിന്റെ ഈ നടത്തിപ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു. ശ്രീമതി ഷീബ ടീച്ചർ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, KP കൃഷ്ണകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന മഹിളാ സേനയും ശ്രീ രാകേഷ് കോഴഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള യുവജന സേനയും ഈ വരും ദിനങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BDJSന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ആ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടുവാനുമാണ് ഇപ്പോൾ തയ്യാറാവുന്നത്.